രാജ്യം 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ 103ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു സ്കൂളുണ്ട് പത്തനംതിട്ട കോന്നിയിൽ. റിപ്പബ്ലിക്കൻ എന്ന ഈ സ്കൂളിന്റെ വാർഷികവും റിപ്പബ്ലിക് ദിനത്തിലാണ് വരുന്നത്. രാജ്യം 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷം ആഘോഷിക്കുന്ന വേളയിൽ ആ റിപ്പബ്ലിക് എന്ന പേരിൽ ഒരുപക്ഷെങ്കിൽ രാജ്യത്ത് അപൂർവമായി കാണപ്പെടുന്ന ഒരു സ്ഥാപനമാണ് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ റിപ്പബ്ലിക് എന്ന പേരിൽ കഴിഞ്ഞ 100 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന ഈ സ്കൂള്. അപ്പൊ അതിന്റെ മാനേജരും മറ്റ് അധ്യാപകരും ഒപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മാനേജർ എന്ന് പറഞ്ഞാൽ സന്തോഷ് സാറ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. അപ്പോൾ സാറ് എങ്ങനെയാണ് സാറ് ഈ സ്കൂളിലേക്ക് ഈ പേര് എത്തുന്നത്? ഈ സ്കൂൾ ആരംഭിക്കുന്നത് 1923 ഒരു ഇംഗ്ലീഷ് മീഡിയം LP സ്കൂളായിട്ടാണ് ആരംഭിക്കുന്നത്. അതിനുശേഷം പടിപടിയായി വളർന്ന് 1950 ഇത് ഹൈസ്കൂളായിട്ട് മാറുന്നത്. അന്ന് ഇതിന്റെ മാനേജ്മെന്റ് രാജ്യസ്നേഹികളായ മാനേജ്മെന്റ് ആയിരുന്നു. കുടുംബ പേരുകൾ ഉപയോഗിക്കാതെ ആ രാജ്യസ്നേഹം പ്രകടിപ്പിക്കത്തക്ക രീതിയിൽ ഹൈസ്കൂളായ വർഷം മുതൽ ഇത് റിപ്പബ്ലിക്കൻ ഹൈസ്കൂൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അതിനുശേഷം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വന്നപ്പോഴും റിപ്പബ്ലിക്കൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നുള്ള നാമധേയത്തിൽ മാറുകയാണ് ഉണ്ടായത്. ഞങ്ങളുടെ വാർഷികം ഇത് 103ാമത് വാർഷികമാണ്. എല്ലാ വർഷവും 1950 ശേഷം എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിലാണ് ഞങ്ങളുടെ സ്കൂളിന്റെ വാർഷികം ഞങ്ങൾ ആഘോഷിക്കുന്നത്. ഒരുപക്ഷെങ്കിൽ അത് രാജ്യത്ത് അപൂർവമായിട്ടുള്ള ഒരു ഇതായിരിക്കുമല്ലോ സാറേ, അതിലേക്ക് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ എത്തിച്ചേർന്നത്? തീർച്ചയായിട്ടും ഈ എയ്ഡഡ് സ്ഥാപനങ്ങളൊക്കെ ഒന്നുകിൽ അത് സ്ഥാപിച്ച വ്യക്തികളുടെ പേരിലാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഞങ്ങളുടെ മാനേജ്മെന്റ് അന്ന് അതിലേക്ക് പോകാതെ രാജ്യസ്നേഹം മുൻനിർത്തിക്കൊണ്ട് തന്നെ റിപ്പബ്ലിക്കായ വർഷം ഓർമ്മിക്കത്തക്ക രീതിയിൽ സ്ഥാപനത്തിന് റിപ്പബ്ലിക്കൻ എന്ന നാമകരണം ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതേ നാമത്തിലുള്ള സ്ഥാപനങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സാറേ, എങ്ങനെയായിരുന്നു ഈ സ്കൂളിലേക്ക് ഉള്ള ഒരു തുടക്കം? പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിൽ അന്നത്തെ കാലഘട്ടത്തിലൊക്കെ വിദ്യാഭ്യാസത്തിനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നല്ലോ. ശാസനികളായിട്ടുള്ള അവർ എങ്ങനെയാണ് ആദ്യം തുടങ്ങിയത്? അത് വളരെയധികം പ്രയത്നഫലം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മുൻ തലമുറ അതിൽ എല്ലാവർക്കും ഒരു മാതൃകയാണ്. വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ഈ സ്കൂള് ആരംഭിക്കുന്നത്. എന്നാൽ ഈ സ്കൂളിന്റെ വളർച്ചയുടെ ഘട്ടത്തിൽ എല്ലാവിധ പിന്തുണയും, പ്രത്യേകിച്ച് ഈ നാട്ടിൽ നിന്ന് വളരെയധികം പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു പിന്തുണയുടെ ശക്തിയിലാണ് ഞങ്ങളുടെ സ്കൂള് ഇന്നും നിലനിൽക്കുന്നത്. സന്തോഷ് സാറേ, പിന്നെ ഈ സ്കൂള് ഉണ്ടായതിനു ശേഷം ഒത്തിരി മഹൽ വ്യക്തികളെ ചിലപ്പം രാജ്യത്തിനോ അല്ലെ ലോകത്തിനൊക്കെ സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സാറിന് ഓർമ്മയിലത്തൊക്കെ ആരൊക്കെയാണ്? ഏറ്റവും എടുത്തു പറയേണ്ടത് EV കൃഷ്ണപിള്ള. അദ്ദേഹം കുറച്ചു കാലം ഈ സ്ഥാപനത്തിൽ പഠിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കോന്നിയൂർ നരേന്ദ്രനാഥ്, കോന്നിയൂർ RS നായർ, കോന്നിയൂർ രാധാകൃഷ്ണൻ, ആ സഹോദരന്മാരെല്ലാം ഈ സ്ഥാപനത്തിൽ പഠിച്ചതാണ്. IAS കോന്നിയിൽ നിന്ന് ആദ്യം നേടിയ ശ്രീ ഗോപാലകൃഷ്ണൻ, അദ്ദേഹം ഈ സ്ഥാപനത്തിൽ പഠിച്ചതാണ്. അങ്ങനെ ഒട്ടനവധി കോന്നിയിലെ ഒട്ടുമിക്ക പ്രതിഭകളും അവരുടെ ആദ്യകാല വിദ്യാഭ്യാസം ഞങ്ങളുടെ സ്ഥാപനത്തിലായിരുന്നു എന്ന് അഭിമാനത്തോടെ പറയുവാൻ സാധിക്കും. സാറേ, പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും ഇപ്പോൾ സ്കൂള് മുന്നിട്ട് നിൽക്കുകയാണല്ലോ. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് സാറേ? തീർച്ചയായിട്ടും എല്ലാ മേളകളിലും, വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ മേളകളിലും, ശാസ്ത്രമേളകളിലും, സാമൂഹ്യ ശാസ്ത്ര, പ്രവൃത്തി പരിചയ, ഗണിതശാസ്ത്ര മേളകളിൽ സംസ്ഥാന തലം വരെ ഞങ്ങളുടെ കുട്ടികൾ വർഷങ്ങളായി പങ്കെടുക്കുന്നുണ്ട്. സ്കൂൾ കലോത്സവത്തിലും വളരെ തിളക്കമാർന്ന വിജയം നേടുവാൻ ഇതുപോലെ കോന്നി പോലുള്ള ഒരു പ്രദേശത്ത് നിന്ന് പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. സാർ, ഇപ്പോൾ എത്ര കുട്ടികളെ അധ്യാപകരെ അങ്ങനെ? ഏകദേശം 1000ഓളം കുട്ടികളും 50 കൂടുതൽ അധ്യാപകരും നമ്മുടെ സ്കൂളിലുണ്ട്. മറ്റ് നോൺ ടീച്ചിങ് സ്റ്റാഫുകളും ഉണ്ട്. നമ്മളെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമാണ് ഈ സ്കൂളിന്റെ വളർച്ച. വാർഷികത്തിലെ എന്തൊക്കെയാണ് നിങ്ങളുടെ കുട്ടികൾക്കുമായിട്ടും നമ്മുടെ മുമ്പോട്ട് വെക്കുന്ന സന്ദേശം? നമ്മൾ ഈ റിപ്പബ്ലിക് ഡേയുടെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിൻ്റെ ജന്മദിനം കൂടിയാണ് ഇന്ന് ആഘോഷിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങളിൽ നമ്മൾ ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. ഈ വർഷം തന്നെ സംസ്ഥാന സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ 38ഓളം കുട്ടികളെ പങ്കെടുപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. നമ്മൾ ഈ വർഷത്തെ ഏറ്റവും മികച്ച ഒരു നേട്ടമായിട്ടാണ് കരുതുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ 100% SSLC റിസൾട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ 100% വിജയമാണ് നമുക്കുള്ളത്. ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ എല്ലാം, മാനേജ്മെന്റിന്റെയും ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ എല്ലാം ഒരു കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ വിജയം തുടർന്ന് പോകുവാൻ സാധിക്കുന്നത്. ഇനിയും തുടർന്നുള്ള മേഖലകളിൽ ഈ വർഷത്തെ SSLCക്ക് 190 കുട്ടികളാണ് അപ്പിയർ ചെയ്യുന്നത്. അവർക്ക് വേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും ചിട്ടയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്.
5 മുതൽ 12ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളെയും ഒരുപോലെ കണ്ട് അവർക്ക് ചിട്ടയായ അധ്യയനവും അതിനോടൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങളിൽ അവർക്ക് വേണ്ടുന്ന അവരുടെ എല്ലാ കഴിവുകളും തെളിയിക്കാനുള്ള ഒരു വേദിയായിട്ട് നമ്മുടെ സ്കൂള് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് PTA എങ്ങനെയൊക്കെയാണ് സാർ? കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളതൊക്കെ എങ്ങനെയാണ്? ഏറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴിവിടെ നിൽക്കുന്നത്. കോന്നി റിപ്പബ്ലിക്കൻ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ PTA പ്രതിനിധീകരിച്ച് ഏകദേശം 14 വർഷമായിട്ട് PTA കമ്മിറ്റി അംഗമായിട്ടും 4 വർഷത്തോളം മദർ PTAയുടെ പ്രസിഡൻ്റായിട്ടും ഇവിടെ ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഏറ്റവും നല്ലൊരു PTA, അതായത് സ്കൂൾ മാനേജ്മെൻറ്റിനോടൊപ്പം തന്നെ ഞങ്ങളുടെ PTAയും പൂർണ്ണ സഹകരണത്തോടെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ സഹകരണവും ഞങ്ങളുടെ ഭാഗത്തു നിന്നും കുഞ്ഞുങ്ങൾക്കായാലും പിന്നെ അധ്യാപകർക്കും മാനേജ്മെൻറ്റിനും എല്ലാ സഹായവും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയൊരു ഇതിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. നന്ദി. അങ്ങനെ രാജ്യത്തിൻ്റെ സൈനിക ശക്തി വിളിച്ചോതുന്ന ഒരു വേള കൂടിയാണ് റിപ്പബ്ലിക് ദിനാഘോഷം. ആ ദിനത്തിൽ പക്ഷെങ്കിൽ രാജ്യത്ത് തന്നെ അപൂർവമായി ഒരു വാർഷികം റിപ്പബ്ലിക് എന്ന പേരിൽ ഒരു സരസ്വതി വിദ്യാലയം കൂടിയാണ് ഈ പേരിൽ റിപ്പബ്ലിക് എന്ന പേരിൽ ആഘോഷിക്കുന്നത്. രാജ്യത്തിന്റെ 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കേരള വിഷൻ ന്യൂസിന് വേണ്ടി കോന്നിയിൽ നിന്നും ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.